നെക്സ്റ്റ് നമുക്ക് ടൈം ആണെങ്കിൽ ടൈം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ 4:00 അപ്പോൾ അത് 4 മണിയായിട്ട് എടുക്കും. ഇനി നമ്മൾ 16:00 അപ്പോൾ ഇതും 4 മണിയാണ്. ഇത് റെയിൽവേ ടൈമാണ്. മറ്റേത് ഇതാണ്. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് 4:00 എന്ന് വന്നു. നമുക്ക് ഇങ്ങനെയല്ല നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് 4:00 എന്ന് കൊടുത്തതിന് ശേഷം PM എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് വൈകുന്നേരത്തെ സമയമായി. ഇത് രാവിലത്തെ സമയമാണ് AM എന്ന് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ വരും. അല്ലെങ്കിൽ നമ്മൾ 16 എന്ന് കൊടുത്താലും 4 PM തന്നെയാണ് 14. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെയിൽവേ ടൈം ആയിട്ടും അല്ലാതെയും കൊടുക്കുമ്പോൾ നമുക്ക് AM PM ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ 8:15 എന്ന് കൊടുത്തതിന് ശേഷം ഇത് AM ആണോ PM ആണോ തിരിച്ചറിയാൻ നമുക്ക് AM അല്ലെങ്കിൽ PM എന്ന് സ്പേസ് ഇട്ട് നൽകിയാൽ മതി. അപ്പോൾ അത് 8:15 AM എന്ന് കാണും. ഇങ്ങനെ നമുക്ക് ഡേറ്റ് അതുപോലെ തന്നെ ടൈമുകളൊക്കെ സെറ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാൻ കഴിയും. ഇവിടെ AM എന്നുള്ളതിന് പകരം ഇവിടെ 10:15 P എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്താലും PM എന്ന് വരും. അല്ലെങ്കിൽ A എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീ, ഇപ്പോൾ 11:30 സ്പേസ് ഇട്ട് A എന്ന് കൊടുത്തു, അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ AM എന്ന് വന്നു. ഇങ്ങനെ നമുക്ക് ടൈം ഇതിൽ എൻ്റർ ചെയ്യാം. അൺഡു റീഡു എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാം. അൺഡു റീഡു എന്ന് പറഞ്ഞാൽ ഇവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ അൺഡു, അതായത് നമ്മൾ വർക്ക് ചെയ്ത് തെറ്റിപ്പോവുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ മുമ്പത്തെ വർക്ക് കാണണമെങ്കിൽ നമുക്ക് അൺഡു ചെയ്താൽ മതി. അൺഡു ചെയ്യാൻ ഒന്നുകിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Ctrl Z ബട്ടൺ ഉപയോഗിക്കുക. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ അൺഡു ചെയ്യും. അതായത് ഇവിടെ ഇങ്ങനെ ഓരോന്നും, ഇവിടെ ഈ ബട്ടൺ ഉണ്ടോ, ഈ കാണുന്ന ബട്ടൺ ബാക്കോട്ട് അൺഡു ടൈപ്പിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇതിങ്ങനെ ഓരോന്ന് മാഞ്ഞു പോകും. കാരണം ഓരോന്ന് ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ലാസ്റ്റ് വർക്ക് ഇത് പറയുന്നു, നെക്സ്റ്റ് അതിൻ്റെ മുന്നത്തെ വർക്ക് അതിൻ്റെ മുന്നത്തെ രീതിയിലേക്ക് ബാക്കോട്ട് അൺഡു ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. അതേ രീതിയിൽ തന്നെ അൺഡു ചെയ്തതിന് ശേഷം തിരിച്ചു വരണമെങ്കിൽ റീഡു എന്നുള്ള ഈ ബട്ടൺ യൂസ് ചെയ്താൽ മതി. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആ റീഡു വരും. അതായത് ഇവിടെ നമുക്ക് ഇതേ രീതിയിൽ റീഡു ചെയ്യാം. Ctrl Z ഉപയോഗിച്ച് അൺഡു ചെയ്യാം, Ctrl Y ഉപയോഗിച്ച് നമുക്ക് റീഡു ചെയ്യാൻ കഴിയും. അതായത് വർക്ക് തെറ്റിപ്പോവുക മറ്റോ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കോട്ട് ആദ്യത്തെ സ്റ്റേറ്റിലേക്ക് വരാനാണ് അൺഡു റീഡു ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ നമുക്ക് 100 അൺഡു ഒരേ സമയത്ത് കാണാം. ബാക്കോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോൾ 100 സ്റ്റേജ് ബാക്കോട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏത് സ്റ്റേജിലേക്കാണ് വേണ്ടെങ്കിൽ നേരിട്ട് അത് ക്ലിക്ക് ചെയ്ത് അതിലേക്ക് വരാം. ഉണ്ടോ, ഇതിലേക്ക് വന്നു. അതേ രീതിയിൽ തന്നെ റീഡും നമുക്ക് ഇതേപോലെ ബാക്കോട്ടോ മുന്നോട്ടോ ഒക്കെ നമുക്ക് പോവാം. അപ്പോൾ അൺഡു റീഡു എന്നിവ ഇതേ രീതിയിൽ യൂസ് ചെയ്യാം. കീബോർഡിൽ Ctrl Z ഉപയോഗിച്ച് അൺഡു ചെയ്യാം, Ctrl Y ഉപയോഗിച്ച് റീഡു ചെയ്യാം. നമ്മൾ ഒരു ഷീറ്റ് ആഡ് ചെയ്യുകയോ ഷീറ്റ് ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും നമുക്ക് അൺഡു ചെയ്യാനോ റീഡു ചെയ്യാനോ സാധിക്കില്ല. നമ്മൾ ഇതേപോലെ ഏതെങ്കിലും സെല്ലിലെ ഡാറ്റകൾ മാറ്റുമ്പോൾ അത് മാത്രമേ നമുക്ക് അൺഡു റീഡു ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തിരിച്ചു വരാൻ കഴിയുള്ളൂ. ഈ സെല്ലുകളൊക്കെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്ത സെല്ല് അൺഡു ചെയ്യണമെങ്കിൽ Ctrl Z അടിച്ചാൽ മതി. അതേ സ്ഥാനത്ത് അല്ലെങ്കിൽ Ctrl Y അടിച്ചാൽ ആദ്യത്തെ സ്റ്റേറ്റിലേക്ക് തിരിച്ചു തന്നെ വരും. അപ്പോൾ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത കണ്ടന്റ് വരും. അതേ സ്ഥാനത്ത് നമ്മൾ ഒരു ഷീറ്റ് ഡിലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഷീറ്റിന് പേര് ചേഞ്ച് ചെയ്തു, ഇങ്ങനത്തെ കാര്യങ്ങൾ അൺഡു ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല.